നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമാകുന്നു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഗുർവിന്ദർ സിംഗിന്റെ മരണം കർഷക സമരത്തിലായിരുന്ന പിതാവ് പർവിന്ദർ സിംഗിനെ യുഎഇയിലെ സാമൂഹിക പ്രവർത്തകർ അറിയിക്കുകയായിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങാൻ അമൃത്സറിലേക്ക് വരില്ലേ എന്ന ചോദ്യത്തിന് പിതാവിന്റെ മറുപടിയാണ് ഏവരെയും ആകർഷിച്ചിരിക്കുന്നത്. അഷ്റഫ് താമരശ്ശേരി പങ്കുവച്ച പോസ്റ്റ് ഇതിനോടകം നിരവധി പേർ പങ്കുവച്ചു കഴിഞ്ഞു. അഷ്റഫ് താമരശ്ശേരി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്രകാരം: മകൻ മരണപ്പെട്ട വിവരം പിതാവ് പർവിന്ദർ സിംഗിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലായിരുന്നു. പഞ്ചാബിലെ കപൂർത്തല ജില്ലയിലെ കജൂറുള്ള എന്ന പ്രദേശത്ത് ഒരു കാർഷിക കുടുംബത്തിലാണ് ഗുർവിന്ദർ സിംഗ് ജനിച്ചത്. പിതാവ് പർവിന്ദർ സിംഗിന്റെ കുടുംബം തലമുറകളായി കൃഷിക്കാരാണ്. കഴിഞ്ഞ 3 വർഷമായി ഗുർവിന്ദർ സിംഗ് ഹെവി ട്രക്ക് ഡ്രൈവറായി ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പെട്ടെന്നുണ്ടായ നെഞ്ചുവേദനയെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. സുഹൃത്തുക്കൾ മരണവിവരം നാട്ടിലേക്ക് പറയുവാൻ വിളിച്ചപ്പോൾ കുടുംബം മുഴുവനും കർഷക സമരത്തിന്റെ ഭാഗമായി ദിവസങ്ങളായി ഡൽഹിയിലാണ്. ഒരു ജനത അവരുടെ അതിജീവനത്തിന്റെ ഭാഗമായി സമരത്തിലാണ്. അധികാരവർഗങ്ങളുടെ കണ്ണു തുറപ്പിക്കുവാനുള്ള സമരത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഗുർവിന്ദറിന്റെ പിതാവും അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ അണിചേർന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നുമല്ല. ഇന്ന് മകന്റെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുകയാണ് എന്ന് ആ പിതാവിനോട് പറഞ്ഞപ്പോൾ, അമൃത്സറിലേക്ക് അയച്ചോളൂ, അവിടെ ആരെങ്കിലും പറഞ്ഞേക്കാം, താങ്കൾ എയർപോർട്ടിലേക്ക് വരുന്നില്ലേ എന്ന് എന്റെ ചോദ്യത്തിന് അയാളുടെ മറുപടി ഒരു ചിരി മാത്രമായിരുന്നു. എന്നിട്ട് പർവിന്ദർ പറഞ്ഞ മറുപടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. 2 മാസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്നും അവന്റെ അമ്മയും കൂട്ടി ഇറങ്ങിയപ്പോൾ തിരിച്ച് വീട്ടിൽ വരാൻ കഴിയുമോ എന്നറിയില്ല എന്ന കാര്യം അവനെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞങ്ങൾ കർഷകർ മണ്ണിൽ പണിയെടുക്കുന്നവരാണ്. മുന്നോട്ട് വച്ച കാല് മുന്നോട്ട് തന്നെയാണ്, പിന്നോട്ടില്ല ഭായ് എന്ന് പറഞ്ഞ അദ്ദേഹം ഫോൺ വയ്ക്കുമ്പോൾ ആ പഞ്ചാബിയുടെ വാക്കുകളിലെ ദൃഢനിശ്ചയം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഏതൊരു ജനകീയ സമരത്തെയും ഒരു അധികാരവർഗത്തിനും അടിച്ചമർത്താൻ കഴിയില്ല. ഒരു പരിധിവരെ അധികാരം ഉപയോഗിച്ച് തടയുവാൻ കഴിയും. അവസാനം കീഴടങ്ങിയേ പറ്റൂ. അതാണ് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പർവിന്ദർ സിംഗ് ഒറ്റയ്ക്കല്ല. പർവിന്ദറിനെ പോലെ ലക്ഷക്കണക്കിന് പേർ സമരമുഖത്തുണ്ട്. സ്വന്തം മകന്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുവാൻ പോലും പോകാതെ ഒരു ജനതയുടെ അവകാശങ്ങൾക്കായി സമരമുഖത്ത് നിൽക്കുന്ന ധീരയോദ്ധാക്കൾക്ക് അഭിവാദ്യങ്ങൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.